ഒരു പിതാവ് അയാളുടെ മകളുടെ വായിൽ വിഷം ഒഴിച്ചു കൊടുത്തു, ആ കുട്ടി മരിച്ചു. എന്തായിരുന്നു പ്രശ്നം? ആ കുട്ടി അയാൾ വിശ്വസിക്കുന്ന ആ ഒരു എ എന്ന ദൈവത്തെയാണ് അയാൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന മറ്റേ ബി എന്ന് പറയുന്ന ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അപ്പം എക്ക് ബിയെ ഇഷ്ടമില്ല, അതുകൊണ്ട് അയാൾ അയാളുടെ മകളെ കൊന്നു. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇതിന് കാരണം എന്താണ്? ഈ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സാങ്കല്പിക കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിലുള്ള ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള ഒരാളുടെ ജീവൻ അവിടെ ഇല്ലാതായി പോയത്. ഇപ്പൊ ഗാസയിൽ നടക്കുന്ന പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേറൊരു ദൈവമുണ്ട്, ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം തമ്മിൽ ശത്രുതയിലാണ്. ഈ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ അവിടെ മരിച്ചു വീണ 15,000-ലധികം ആളുകൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നവരാണ്. ആ കുട്ടികൾക്ക് അവകാശമുണ്ടായിരുന്നവരാണ്. അവരുടെ അവകാശങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് വിശ്വാസികളോട് ആരുടെ അടുത്ത് പോയിട്ട് കഴുത്തിന് കുത്തി പിടിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസം നിർത്തണം എന്ന് പറയുന്നില്ല. അതിന്റെ പേരിൽ ആരുടെയും കഴുത്തറക്കുന്നുമില്ല.